പോരാട്ടത്തിൻ്റെ മണ്ണിലേക്ക് വിപ്ലവ സൂര്യൻ എത്തുകയാണ്. അമരസ്മരണകളോടെ അദ്ദേഹം ജന്മനാട്ടിലേക്ക് എത്തുകയാണ്. VSന്റെ ജീവിതവും ജീവനും സമര പോരാട്ടങ്ങളുടെ ചരിത്രവുമൊക്കെ ഇഴപാകിയ ആ മണ്ണിലേക്ക് ആ സമരനായകൻ പുന്നപ്രയുടെ വീരപുത്രൻ ഇനിയൊരു തിരിച്ചുപോക്കില്ലാതെ മടങ്ങുകയാണ്. സ്വസ്ഥമായി ഉറങ്ങാൻ അവിടേക്ക് എത്തുകയാണ്. ആ മണ്ണിലേക്ക് കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ അവസാന യാത്രയ്ക്ക് എത്തിയിരിക്കുകയാണ്. വിലാപയാത്ര 2 ജില്ലകൾ പിന്നിട്ട് ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നു. ആലപ്പുഴക്കാർ അദ്ദേഹത്തിന് വൈകാരികമായ യാത്രയയപ്പ് നൽകുന്നു. വിലാപയാത്ര ഇപ്പോൾ ഹരിപ്പാട് എത്താൻ പോവുകയാണ്. ഹരിപ്പാടിനോട് അടുക്കുകയാണ്. കരീരക്കുളങ്ങരയും കഴിഞ്ഞ് ഹരിപ്പാടിലേക്ക് അടുക്കുകയാണ്. ആൽവിനുണ്ട് നമുക്കിപ്പം ഹരിപ്പാട് നിന്ന്. ആൽവിൻ, നങ്ങ്യാർകുളങ്ങര എത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതാണെങ്കിൽ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഹരിപ്പാടാണ്. ഹരിപ്പാട് ടൗണിൽ തന്നെയാണ് ഇപ്പോൾ വലിയ ജനസഞ്ചയം ഉള്ളത്. VSനെ ഒരു നോക്ക് കണ്ട് VSന് അഭിവാദ്യം അർപ്പിച്ച് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. കുമാരപുരം 2 മണി മുതൽ ഇവിടെ കാത്തിരിക്കുകയാണ് VSനെ കാണാൻ. ധീരസഹാബിനെ കാണാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വലിയ മനപ്രയാസമുണ്ട്. നല്ലൊരു നേതാവായിരുന്നു. നമുക്കിനിയും ഇങ്ങനൊരു നേതാവ് ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. വ്യക്തിപരമായി നല്ല അടുപ്പമുണ്ട്. പല യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എവിടെ പ്രസംഗം ഉണ്ടെങ്കിലും ഞാൻ കേൾക്കാൻ പോവും. നല്ലൊരു ധീരനായ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീട്ടിക്കുറുക്കിയുള്ള പ്രസംഗം അത് കേരളത്തിന് ഇനിയില്ല. കേരളത്തിലില്ല. ആ പ്രസംഗത്തിൻ്റെ സ്റ്റൈലി, കാരണം കർഷക തൊഴിലാളികളെ പിടിച്ചിരുത്തി അവരെ അന്തിയോളം ജോലി ചെയ്തിട്ട് വരുന്ന കർഷക തൊഴിലാളികളെ ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിട്ട് അവിടെ ഇരുന്ന് ആലോചിച്ച് പ്രവർത്തിക്കുന്ന ഒരു നല്ല സഖാവായിരുന്നു. ധീരനായ സഖാവ്. ആ സഖാവിൻ്റെ വേർപാട് ഈ ലക്ഷക്കണക്കിന് സഹാക്കന്മാർക്കും ഈ കേരളത്തിലെ ജനതയ്ക്കും വലിയ തീരാ നഷ്ടമാണ്. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി ഞങ്ങൾക്ക് തന്ന ആവേശം, ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിയിൽ കൂടുതൽ ഉഷാറായി പ്രവർത്തിക്കാൻ തോന്നും. ആ വേർപാട് താങ്ങാൻ വയ്യാത്ത വേർപാടാണ്. വളരെ സമയമായി വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹം വന്ന് കണ്ട് അദ്ദേഹത്തിന് ഇത് നടത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പിരിയത്തുള്ളൂ. സ്ഥലം എവിടെയാണ്? ഇവിടെ തൊട്ട് മണ്ണാറശാലയാണ്, ഹരിപ്പാട്. അതാണ് അദ്ദേഹം ഓർത്തെടുക്കുകയാണ് VSന്റെ ആ പ്രസംഗ ശൈലി. അദ്ദേഹം തനതായി കൊണ്ട് നടന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി അതൊക്കെ അവർ ഓർത്തെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തൊഴിലാളികളായിട്ടുള്ള ആളുകളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ആ നീട്ടിയും കുറുക്കിയുമുള്ള ആ ശൈലിയിലൂടെ വളരെ മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു VSനെ നമുക്ക് ഈ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ പല ആളുകളും ഓർത്തെടുക്കുകയാണ്. ഇവിടെ വീണ്ടും സ്ത്രീകളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. എവിടെ നിന്ന് വരുന്നത്? കുമാരപുരം. VSന്റെ പ്രവർത്തന ശൈലികളൊക്കെ കണ്ട ആളുകളുടെ പ്രവർത്തന ശൈലികൾ അതുകൊണ്ടാണല്ലോ ഇത്രയും ഉറക്കം നിന്ന് ഞങ്ങളോട് വന്നിരിക്കുന്നത് കാണാൻ വേണ്ടി. കണ്ടേ പോകത്തുള്ളൂ. എപ്പോൾ വന്നതാണ്? ഞങ്ങളൊക്കെ ഇന്നലെ മുതലേ വന്നതാണ്. ഇന്നലെ മുതൽ കാണുന്ന മുഖങ്ങളാണ് ഇവിടെ. ഇവരൊക്കെ രാത്രി മുതൽ തന്നെ ഇവിടെ നിൽക്കുകയാണ്. VSനെ ഞങ്ങൾക്ക് അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ മലപ്പുറത്ത് നിന്ന്, താനൂരിൽ നിന്നാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. 2 മണിക്കാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഇവിടെ നിന്നു ഇവരുടെ ദൂരത്ത് പോകാതെ ഇവിടെ തന്നെ കൂടുതൽ കാണാൻ വേണ്ടി അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സഖാവിനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അവസരം മലപ്പുറം ജില്ലക്കാർക്കുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ പന്തനൂർ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് മറ്റുള്ളവർ കൈക്കലാക്കിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആവശ്യമനുസരിച്ച് അവിടെ അമ്പലത്തിൽ വരികയും ക്ഷേത്രത്തിൻ്റെ 50 ഏക്കർ ഭൂമി സഖാവ് ക്ഷേത്ര കമ്മിറ്റിക്കായിട്ട് കേസ് കൊടുത്ത് നേടിയെടുത്തൊരു ചരിത്രം മലപ്പുറത്തിന് പറയാനുണ്ട്. അതൊരിക്കലും മലപ്പുറത്തുകാർ സഖാവ് VSനെ ഒരിക്കലും മറക്കില്ല. നെഞ്ചോട് ചേർത്ത് എന്നും ആർത്തമായ മുദ്രാവാക്യം വിളിക്കും. അതാണ് ഓരോ ജില്ലയിൽ നിന്ന് വരുന്ന ആളുകൾക്കും അവരുടേതായ VS ആണ് എന്നുള്ളതാണ് നമുക്ക് കേട്ടാലും കാണാനും കഴിയുന്നത്. അവർക്ക് ഓരോ ഓർമ്മകളുണ്ട്. അവരുടേതായ സമര ഭൂമിയിലെ ഓർമ്മകളുണ്ട്. അവർക്കൊപ്പം അവർക്ക് നേടിക്കൊടുത്ത പല കാര്യങ്ങൾ VS നേടിക്കൊടുത്തതുണ്ട്. അതിൻ്റെ ഓർമ്മകളുണ്ട്. അത്തരം ഓർമ്മകളും ഒക്കെയുമായും അവരൊക്കെയും ഈ ഇങ്ങോട്ടേക്ക് വരുന്നു. വിവിധ ജില്ലകളിൽ നിന്നെത്തിയവരാണ് ഇപ്പോൾ ഈ ഹരിപ്പാടിൽ നോക്കി നിൽക്കുന്നത്. ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും ആയി നിരവധി ആളുകൾ, 10,000 കണക്കിന് ആളുകൾ ഇരുവശങ്ങളിലുമായി ദേശീയപാതയിൽ നിൽക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തോടൊപ്പം ചേർത്ത് ഓർമ്മിക്കാൻ ഓരോരോ കഥകളുണ്ട്. അവർക്ക് പറയാൻ ഓരോരോ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്.